ഹലോ, അപ്പോൾ ഇന്ന് നടന്ന 5ാം ക്ലാസ്സിൻ്റെ മലയാളം ഫസ്റ്റിൻ്റെ ആൻസേഴ്സാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്കിത് വായിക്കാൻ എഴുതാമെന്നുള്ള പ്രവർത്തനമാണ് തന്നിട്ടുള്ളത്. അതൊന്ന് വായിച്ച് നോക്കാം. പറന്ന് പറന്ന് മരക്കൂട്ടങ്ങളും കോടമഞ്ഞും പിന്നിട്ട് ആ ദേശാടന പക്ഷി മുന്നോട്ട് പോയി. പല കാലങ്ങളായി ഈ യാത്ര തുടങ്ങിയിട്ട്. പൂർവികർ കാണിച്ചു തന്ന ആകാശപാതയിലൂടെ വഴി തെറ്റാതെ പറക്കാൻ ദേശാടന പക്ഷിക്ക് കഴിയും. അകക്കണ്ണിൻ്റെ വെളിച്ചത്തിൽ രാത്രിയുടെ പകുതിയും വലിയ ചിറകുകളുടെ കരുത്തിൽ കാറ്റിനെ തോൽപ്പിച്ച് പകലത്രയും പറന്നെത്തുന്നത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ മരക്കൊമ്പിലേക്കാണ്. വറ്റാത്ത ചോലയുടെ മീതെ ചാഞ്ഞു നിൽക്കുന്ന ചുവന്ന പൂക്കൾ നിറഞ്ഞ മരക്കൊമ്പിൻ്റെ നിറമുള്ള തണലിലേക്ക്, വർഷത്തിലൊരിക്കൽ മാത്രം പൂവിടുന്ന ആ മരക്കൊമ്പിൻ്റെ സൗന്ദര്യത്തിലേക്ക്, സ്വന്തം ഹൃദയത്തിലേക്ക്. അപ്പോൾ മാത്രമാണ് ആ പക്ഷി പറന്നെത്തുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ദേശാടന പക്ഷിക്ക് രാത്രിയുടെ പകുതിയോളം സഞ്ചരിക്കാൻ സഹായം നൽകുന്നത് എന്താണ്? അകക്കണ്ണാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ, അകക്കണ്ണ്. ബി നോക്കാം. വഴി തെറ്റാതെ ലക്ഷ്യത്തിലെത്താൻ ദേശാടന പക്ഷിക്ക് കഴിയുന്നതിനുള്ള കാരണം എന്താണ്? പൂർവികരാണല്ലേ. യെസ്, ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത നോക്കാം. സി ക്വസ്റ്റ്യൻ നോക്കൂ. ദേശാടന പക്ഷിയുടെ യാത്രയുടെ ലക്ഷ്യം എന്താണ്? അത് മരക്കൊമ്പിലെത്തുക അല്ലേ. യെസ്, ഓപ്ഷൻ ഡി ആണ്, മരക്കൊമ്പിൽ എത്താനാണ് ദേശാടന പക്ഷി പറന്നു പോകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എപ്പോഴൊക്കെയാണ് ദേശാടന പക്ഷി ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്നത്? വർഷത്തിലൊരിക്കലാണല്ലേ. ഓപ്ഷൻ ബി ആണ് ആൻസർ, വർഷത്തിലൊരിക്കൽ. ഓക്കെ. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ആ മരക്കൊമ്പിലേക്ക്, സ്വന്തം ഹൃദയത്തിലേക്ക്, ഈ പ്രയോഗത്തിലൂടെ വെളിവാകുന്നത് എന്താണ്? അത് 1ഉം 3 ആണ് അല്ലേ. ബി ആണ് ആൻസർ, 1, 3. എന്താണ്? വറ്റാത്ത ചോലയെ അത്രയ്ക്ക് ഇഷ്ടമാണെന്നാണോ? അതോ ചുവന്ന പൂക്കൾ നിറഞ്ഞ ചാഞ്ഞ മരക്കൊമ്പ് പ്രിയപ്പെട്ടതാണ്, ആ മരത്തെയും പൂക്കളെയും ചുറ്റുപാടും ഏറെ ഇഷ്ടമാണ്. അപ്പോൾ ഏതാണ് അതിൻ്റെ ആൻസർ? എന്താണ്? ഇവിടെ ശ്രദ്ധിക്കാം. ആദ്യത്തെ ഓപ്ഷൻ നോക്കാം. വറ്റാത്ത ചോലയെ അത്രയ്ക്ക് ഇഷ്ടമാണ്, ചുവന്ന പൂക്കൾ നിറഞ്ഞ ചാഞ്ഞ മരക്കൊമ്പ് പ്രിയപ്പെട്ടതാണ്, ആ മരത്തെയും പൂക്കളെയും ചുറ്റുപാടും ഏറെ ഇഷ്ടമാണ്. അപ്പോൾ മൂന്നാമത്തേതാണ് ശരിയല്ലേ. അപ്പോൾ ഓപ്ഷൻ സി ആണ് കേട്ടോ ഇവിടെ ആൻസർ. 1, 3 അല്ല, ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സാങ്കല്പിക അനുഭവം. പാറി ഉയരുമ്പോൾ ഏതു പറവയും പാടുവാൻ എന്തെന്നറിഞ്ഞോൻ, ഉയരങ്ങളിൽ പറക്കുമ്പോൾ ഉണ്ണിക്കു പാടുവാൻ തോന്നുന്നു, ചിറകൊച്ചയല്ലാതെ മറ്റൊന്നും കേൾക്കാത്ത അവസ്ഥയിൽ ഏതു പറവയും പാടാൻ പഠിക്കുമത്രേ. നിങ്ങൾ മേഘങ്ങൾക്ക് മീതെ പറക്കുകയാണെന്ന് സങ്കല്പിക്കുക. എന്തായിരിക്കും അനുഭവങ്ങൾ? ഭാവനയിലെ ആകാശയാത്രയെക്കുറിച്ച് വിവരണം തയ്യാറാക്കുക. ഇത് വളരെ നല്ല രീതിയിൽ എഴുതാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. നമ്മളെ സാങ്കല്പിക വിവരണമാണ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഭയങ്കര രസകരമായിട്ട് നമുക്കത് എഴുതാൻ പറ്റും അല്ലേ. നമ്മളിപ്പോൾ ആകാശത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ കാഴ്ചകൾ താഴെ കാണുന്നുണ്ടാകും, എന്തൊക്കെ കടന്നായിരിക്കും നമ്മൾ പോകുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. നിങ്ങളത് വളരെ നല്ല രീതിയിൽ തന്നെ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി 2B നോക്കാം. അണക്കെട്ടമ്മേ എന്ന് അഖിലും അമ്മുവും വിളിക്കാനുള്ള കാരണം എന്താണ്? അത് സർപ്പശിരസ് പോലെ മറ പിടിച്ചതിനാലാണ് അല്ലേ. ഓപ്ഷൻ എ ആണ് ശരി. ഓക്കെ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2C നോക്കാം. നമുക്കിവിടെ 3 പ്രസ്താവന തന്നിട്ടുണ്ട് അല്ലേ. സമുദ്രനിരപ്പിൽ നിന്ന് 7000 അടി ഉയരത്തിലാണ് കൊടൈക്കനാൽ. രണ്ടാമത്തെ പ്രസ്താവന, കൊടൈക്കനാൽ ഒരു സുഖവാസ കേന്ദ്രമാണ്. 3 നോക്കാം. 9000 അടി ഉയരത്തിലുള്ള ഈ പ്രദേശം ക്രൂരമൃഗങ്ങളുടെ വിഹാര കേന്ദ്രമാണ്. കൊടൈക്കനാലിനെ കുറിച്ചുള്ള പ്രസ്താവനകൾ ശരിയായത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണല്ലേ. പ്രസ്താവന 1ഉം 2ഉം ആണ് ശരി അല്ലേ. ഓക്കെ, ഓപ്ഷൻ ഡി. ഓക്കെ, 1ഉം 2ഉം ആണ് ശരി. ഓക്കെ, അടുത്തത് മഴ അനുഭവമാണ് അല്ലേ. ലില്ലി കരഞ്ഞുകൊണ്ട് മുന്നോട്ടോടി. അവളുടെ കുരുന്നു മുഖത്ത് മഴത്തുള്ളികൾ ചരൽക്കല്ലുകൾ പോലെ അടിച്ചുകൊണ്ടേയിരുന്നു. അവളുടെ കുഞ്ഞു പാദങ്ങളെ തലോടിക്കൊണ്ട് കലക്കവെള്ളം പാഞ്ഞു. മുട്ടത്ത് വർക്കിയുടെ ഒരു കുടയും കുഞ്ഞു പെങ്ങളും എന്ന കൃതിയിലെ ലില്ലി മഴ നനയുന്ന അനുഭവമാണ് ഇവിടെ കണ്ടത്. അപ്രതീക്ഷിതമായി വന്നെത്തുന്ന മഴ നമ്മളെ ചിലപ്പോൾ കരയിപ്പിക്കുകയും ആഹ്ലാദിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ മഴ അനുഭവം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് ഇതും വളരെ നന്നായിട്ട് എഴുതാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. നമുക്ക് ഇഷ്ടമുള്ളത്, നമുക്ക് ഇനിയിപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഇല്ലെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് നല്ല രീതിയിൽ നല്ല ഭാഷയിൽ അല്ലേ, അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അത് നിങ്ങൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ടാവും. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, അനുഭവങ്ങൾ, മഴ അനുഭവം അല്ലെങ്കിൽ ഓണ അനുഭവം ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് മലയാളം എക്സാമിൻ്റെ ടൈമിൽ അല്ലേ. അപ്പോൾ നിങ്ങളത് നന്നായിട്ട് എഴുതിയിട്ടുണ്ടാവും. ഈ മഴ അനുഭവം അല്ലെങ്കിൽ യാത്രാനുഭവമാണ് പറഞ്ഞിട്ടുള്ളത്. യാത്രാനുഭവം നോക്കാം.
ഇഴഞ്ഞിഴഞ്ഞ് ഉയരം കയറുന്ന ബസ്സിനുള്ളിലിരുന്ന് വെളിയിലേക്ക് നോക്കിയപ്പോൾ ഞാൻ ഈ ഭൂമിയിൽ നിന്നും അകലുകയാണെന്ന് തോന്നി. ആകാശത്തേക്ക് ഉയരുകയാണെന്നും. കെ തായാട്ടിൻ്റെ യാത്രാനുഭവം പരിചയപ്പെട്ടല്ലോ. കുടുംബത്തോടൊപ്പമോ കൂട്ടുകാർക്കൊപ്പമോ നിങ്ങൾ നടത്തിയുള്ള യാത്രകളിൽ മനസ്സിൽ പതിഞ്ഞ യാത്രാനുഭവം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ ഒരു യാത്രയും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണിത് അല്ലേ. നമുക്ക് നമ്മളെ ഭാഷയിൽ നമ്മളെ ഭാവനയിൽ എഴുതാൻ പറ്റിയൊരു കാര്യമാണിത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ യാത്ര പോയിട്ടുണ്ടോ ഇല്ലേ, വലിയ വലിയ സ്ഥലങ്ങളിലാണോ യാത്ര പോയത്, അതൊന്നും അവർ ശ്രദ്ധിക്കില്ല. അവിടെയൊക്കെ നമ്മുടെ അനുഭവം, നമ്മുടെ ഭാവനയ്ക്കാണ് മാർക്ക് തരുന്നത് കേട്ടോ ടീച്ചേഴ്സ്. നമ്മൾ എത്ര രസകരമായിട്ടാണ് അത് എഴുതിയിട്ടുള്ളത് എന്നാണ് നോക്കുക. ഓക്കെ, അപ്പം അക്ഷരത്തെറ്റില്ലാതെ വളരെ നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇത് നന്നായിട്ട് എഴുതാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു അല്ലേ. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. കഥാപാത്ര പരിചയമാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം നോക്കാം. നീർനാഗം എന്ന പാഠത്തിൽ ബഷീർ ഒരു പാമ്പ് കളിക്കാരനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ടല്ലോ. ആ കഥാപാത്രത്തിൻ്റെ പ്രത്യേകതകൾ, സ്വഭാവ രീതികൾ, സംഭാഷണത്തിൻ്റെ സവിശേഷത എന്നിവ ഉൾപ്പെടുത്തി കഥാപാത്രത്തെ പരിചയപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ്? കാഴ്ചയിൽ ഒരു സാധാരണക്കാരനാണെങ്കിലും പാമ്പുകളെ കൈകാര്യം ചെയ്യാനുള്ള ഒരു അസാധാരണ കഴിവുണ്ട് അല്ലേ. അവയെ ഉപദ്രവിക്കാതെ സ്നേഹത്തോടു കൂടിയാണ് അതൊക്കെ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ സ്വഭാവ രീതി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ശാന്ത സ്വഭാവിയും ഭയങ്കര ദയാലുവാണല്ലേ. പാമ്പുകളെ വിൽപ്പനച്ചരക്കായിട്ട് മാത്രം കാണാതെ അവയോട് ഒരു ആത്മബന്ധം പുലർത്തുന്നുണ്ട് അല്ലേ. പിന്നെ അതുപോലെ തന്നെ സംഭാഷണത്തിൻ്റെ സവിശേഷത അതെന്തൊക്കെയാണ്? പാമ്പുകളെക്കുറിച്ചുള്ള അറിവ് അല്ലേ, അവയുടെ പ്രാധാന്യം എന്താണ്, അതുപോലെ തന്നെ വളരെ ആത്മാർത്ഥത ഉള്ളൊരു ആളാണ് ഇദ്ദേഹം. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്യണം കഥാപാത്ര പരിചയത്തിൽ. ഓക്കെ, അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തൂവൽ ഗ്രാമത്തിലെ മുതിരപ്പുഴയുടെ തീരത്തെ രാജനെ ഇപ്പോൾ നിങ്ങൾക്ക് നല്ല പരിചയമുണ്ട്. രാജനെയും ഭാര്യയെയും അറിയാത്തവരാണ് മറ്റുള്ളവർ. രാജനെയും കുടുംബത്തെയും അവർക്ക് പരിചയപ്പെടുത്തുന്ന കുറിപ്പ് തയ്യാറാക്കാൻ. ഓക്കെ, അപ്പോൾ നിങ്ങളത് നന്നായിട്ട് ചെയ്തിട്ടുണ്ടാകും. അടുത്തതാണ് വർണ്ണന. അന്തിക്ക് വാനിൻ്റെ വക്കത്ത് നിൽക്കുന്നു ചെന്തിയുടുപ്പിട്ട് സൂര്യൻ. ബാലാമണി അമ്മ അസ്തമയ സൂര്യനെ ചെന്തിയുടുപ്പിട്ട് എന്നാണ് വർണ്ണിക്കുന്നത്. മനോഹരമായ അസ്തമയ വർണ്ണന പാഠഭാഗത്ത് നിങ്ങൾ പരിചയപ്പെട്ടല്ലോ. നിങ്ങൾ കാണുന്ന പ്രഭാതത്തെയോ സന്ധ്യയെയോ രാത്രിയെയോ വർണ്ണിച്ചെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളെ വാക്കിൽ എഴുതിയാൽ മതി അല്ലേ. അപ്പോൾ നല്ല ഭാഷ ഉപയോഗിക്കണം. അക്ഷരത്തെറ്റില്ലാതെ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടടുത്ത് ഫുൾ സ്റ്റോപ്പ് ഇടണം, ക്വസ്റ്റ്യൻ മാർക്ക് ഇടേണ്ടടുത്ത് ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം, ആശ്ചര്യചിഹ്നം അങ്ങനത്തെ ചിഹ്നങ്ങളെല്ലാം നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തതാണ് കത്ത്. ഉയരങ്ങളിലേക്കൊരു യാത്ര എന്ന പാഠഭാഗം ആരംഭിക്കുന്നത് പ്രിയമുള്ള മകനെ എന്ന സംബോധനയോടെയാണ്. മകൻ്റെ ചിന്തകളിൽ അവ ചിത്രങ്ങളായി പതിയും. തായാട്ടിൻ്റെ യാത്രാനുഭവം നിങ്ങളിൽ ഉണ്ടാക്കിയ ചിന്തകളും അനുഭൂതികളും അറിവുകളും വിശദീകരിച്ച് കൂട്ടുകാരനൊരു കത്ത് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കത്തിന് നമുക്ക് അതിൻ്റെ സ്ട്രക്ചറാണ് പ്രധാനമായിട്ടും ടീച്ചേഴ്സ് നോക്കുക. എന്തൊക്കെ വേണ്ടത്? ആരാണോ എഴുതുന്നത് നിങ്ങളെ പേര്, അഡ്രസ്സ് അല്ലേ, പിന്നെ നിങ്ങളെ കൂട്ടുകാരൻ്റെ പേര്, അഡ്രസ്സ്, പിന്നെ അതുപോലെ തന്നെ ഡേറ്റ് വേണം അല്ലേ. അതൊക്കെ എവിടെ വേണ്ടത്? ഇവിടെ ഡേറ്റ് എഴുതണം, ഇവിടെ നിങ്ങളെ പേര്, അഡ്രസ്സ്, ഇവിടെ നിങ്ങളുടെ കൂട്ടുകാരൻ്റെ പേര്, അഡ്രസ്സ്, ഫ്രം ടു ഒക്കെ അല്ലേ. പിന്നീടൊരു സംബോധന, പ്രിയപ്പെട്ട അല്ലെങ്കിൽ എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ അബിക്കി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കത്തെഴുതി തുടങ്ങുന്നു. എന്നിട്ട് ഏറ്റവും അവസാനം എന്തെഴുതണം? ഈ സൈഡിലായിട്ട് സ്നേഹത്തോടെ സ്വന്തം ചിത്ര എന്നോ നിങ്ങളുടെ പേരെന്താണെന്ന് വെച്ചാൽ അത് എഴുതുക. എന്നിട്ട് ഒരു ഒപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കത്തിൻ്റെ സ്ട്രക്ചറായി. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റ് മാത്രം പാഠഭാഗത്തെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അത് അല്ലേ. വളരെ ഈസി ആയിരുന്നു മലയാളം എക്സാം. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള എക്സാമും വളരെ എളുപ്പം തന്നെയായിരിക്കും. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്.